നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് നിന്ന് 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ DNA പരിശോധനയ്ക്കായി കുഞ്ഞിന്റെ സാമ്പിൾ എടുത്തു. ഇത് പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ഫലം ഒരാഴ്ചയ്ക്കകം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കുഞ്ഞിന്റെ രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത്. കുട്ടിയെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തുടരണമെന്നാണ് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊന്തക്കാട്ടിലേക്ക് കുഞ്ഞ് സ്വയം നടന്നു പോകില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേവരെ കുഞ്ഞ് പോയിട്ടില്ല. കുഞ്ഞ് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും അച്ഛൻ പറയുന്നു. സംഭവത്തിൽ കൂട്ടത്തിലുള്ള ആളുകളെ സംശയമില്ലെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രാവിലെ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കുകയായിരുന്നു. 4 മണിക്കൂർ നേരം ഇവർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംരക്ഷണത്തിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് അമ്മയും കുഞ്ഞിനെയും വഞ്ചൂരിലേക്കുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ലെന്ന് ശാഠ്യം പിടിച്ചു. അതിനാൽ ഇവരെ മാറ്റാനായില്ല. നാട്ടിലേക്ക് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം. അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂവെന്ന് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബ ബീഗം വ്യക്തമാക്കി. കൗൺസിലറുടെ സഹായത്തോടെ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. പേടി വിട്ടുമാറാത്തതിനാൽ കുഞ്ഞിന് കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. അതിനിടെ കുഞ്ഞിന്റെ ബന്ധുക്കളായ 3 പേരെ പേട്ട പോലീസ് ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത്. 1 മാസത്തേക്ക് കുട്ടികളെ വാടകയ്ക്കെടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ സംഘത്തിന് കുട്ടികൾക്കൊപ്പമുള്ള നാടോടി സംഘത്തിലെ ഒരാൾ തന്നെ കൈമാറിയെന്ന സംശയം അന്വേഷകർക്കുണ്ട്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണം ഈ പദ്ധതി പൊളിഞ്ഞു. കുട്ടിയെ കാണാതായപ്പോൾ തന്നെ അവർ അലമുറയിട്ട് കരഞ്ഞു. അങ്ങനെ അതിവേഗം വിഷയം പോലീസിന് മുന്നിലെത്തി. കുട്ടിയെ വിട്ടുകിട്ടണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കുട്ടിയെ കിട്ടിയാൽ ഇവർ നാട്ടിലേക്ക് മടങ്ങുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കുട്ടിയുടെ കുടുംബക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇനിയുള്ള 2 മാസം കേരളത്തിൽ ഉത്സവകാലമാണ്. ആറ്റുകാൽ പൊങ്കാല അടക്കം വരുന്നുണ്ട്. ഈ സമയത്ത് ഭിക്ഷാടന മാഫിയ തിരുവനന്തപുരത്ത് നിറയാറുമുണ്ട്. ഈ മാഫിയകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് പോലീസ് സംശയം. ബംഗളൂരിൽ നിന്നും കുട്ടിയുടെ അച്ഛന്റെ അമ്മയും അച്ഛന്റെ സഹോദരിമാരും വിമാനത്തിൽ എത്തിയാലും അന്വേഷണം നടക്കുന്നുണ്ട്. 2000-ൽ താഴെ ടിക്കറ്റ് നിരക്കിലാണ് വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം. ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വിമാനയാത്രയാണ് നാടോടി സംഘത്തിലേക്ക് അന്വേഷണം നീളാനുള്ള പ്രധാന കാരണം. കുഞ്ഞെങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തി എന്നാൽ അന്വേഷണ സംഘത്തിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല. കുഞ്ഞിന്റെ ശരീരത്തിൽ പോറലേറ്റ പാടുകളൊന്നുമില്ല. കുഞ്ഞെങ്ങനെ ഓടയിലെത്തി എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുവെന്നും അന്വേഷണം പുരോഗമിക്കുന്നതായും DCP നിതിൻ രാജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.